രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വേദങ്ങൾ ആദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ആദി കവിയായിട്ട് വാൽമീകി മഹർഷിയും ആദി കാവ്യമായിട്ട് രാമായണത്തിനെയും കണ്ടെത്തുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഇതായി 2025 ഇന്നേ വരെയും അനുസ്യൂതം ഒരിക്കലും ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു സംസ്കാരത്തിന്റെ മുൻഗാമികളാണ് നമ്മളെല്ലാവരും. ആ സംസ്കാരത്തിനെ സൂക്ഷിക്കുന്ന ഒരു വലിയ പരമ്പരയിലെ ഏതാനും പുണ്യാത്മാക്കളെ പുണ്യക്കാങ്കളങ്ങര അമ്മയും ഗുരുവായൂരപ്പനും കൂടി ക്ഷണിച്ചെന്നുള്ള വാക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, ഇവിടേക്ക് എത്തിച്ചെന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളൊക്കെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ പോയാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പല പരാതികളും പറയാനുണ്ടെങ്കിൽ ഇവര് മൂന്നാലാൾ കൂടി പോകുമ്പോ അവരോട് വേറെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന തുറന്ന മനസ്സിനെ നമസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ധാരാളം യാത്രകൾ പോകുന്നവരാണ്. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇല്ലാത്തത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാടില്ലായ്മകൾ സഹിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു മനുഷ്യ ജീവിതത്തിൽ എത്തുന്നതല്ല ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, ഇവരുടെ അത്ര അർഹിക്കുന്നതായ പ്രാതിനിധ്യം ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല. അതായത് ഇപ്പൊ ഇനി പറഞ്ഞ വ്യക്തിപരമായി പെട്ട ആളല്ല കേട്ടോ, ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിന്റെ മുൻഗാമികളാണ്. എന്നിട്ടും നമ്മുടെ ആചാര്യൻ എപ്പോഴും പറയാറുള്ള പോലെ ദേഷ്യം വരരുത്. അതിങ്ങനെ എന്നെ കണക്കാക്കിയിട്ടാണ് എപ്പോഴും പറയേണ്ടത്. കാരണം എനിക്ക് ദേഷ്യം വരില്ല. എന്റെ കാരണത്തിൽ എൻ്റെ എപ്പോഴും ദേഷ്യമുള്ളൂ. ഈ പോയൊരു സാധനമല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഈ പറയും പോലെ ദേഷ്യം വരാനില്ലാതെ എപ്പോഴും അതേ കയ്യിലുള്ളൂ. എന്നാൽ അനുഭവമുള്ള ഒരു ചെക്കുണ്ട്, ഇവർക്ക് അങ്ങനെയല്ല. എല്ലാം ക്ഷമിച്ച് ഭൂമിയേക്കാൾ വിനയത്തിന്റെ മുകളിൽ എത്തിയിട്ടുള്ള ഈ പുണ്യാത്മാക്കളെ നമുക്കൊക്കെ നേരിട്ടൊന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം. മറ്റത് ഇവരൊക്കെ ശ്രീകോവിലുള്ളിലും അവിടെ ആ പൂജയുടെ അവിടെയും പത്മത്തിന്റെ ഇടയിലും കലശത്തിന്റെ ഇടയിലൊക്കെ ആവും. അപ്പൊ നമുക്ക് ഈ പറയും പോലെ കാണാൻ തന്നെ കഷ്ടിയേ പറ്റുള്ളൂ. കാരണം ഇവരെ കാണുന്നു, പത്മം കാണുന്നു, കലശം കാണുന്നു. അപ്പൊ അതൊക്കെ നോക്കിയാൽ അതിനേക്കാൾ പ്രത്യേകത, എന്തൊരു സാധനം സംശയം ചോദിച്ചാലും വിനയത്തിന്റെ ഭാഷയിൽ അവർക്ക് ആരുടെ കഴിഞ്ഞാലും മറുപടി കിട്ടുക. അതൊന്നും ഒരു അധ്യാപകനായിട്ട് 30 കൊല്ലത്തെ സർവീസ് എനിക്ക് കിട്ടുന്നതല്ല, എന്നെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും ആ പുണ്യാത്മാക്കളെയൊക്കെ ഈ പുണ്യക്കാൻകുളങ്ങരെ ഗുരുവായൂരപ്പന്റെയും ഭഗവതിയുടെയും മന്ദിരത്തിന്റെ പേരിൽ എത്തപ്പെട്ട അവർക്കൊക്കെ ഈ ഗ്രാമത്തിന്റെ പേരിൽ, ഈ വെട്ടത്തുനാടിന്റെ പേരിൽ, കുറച്ചുകൂടി വലുതായി പറഞ്ഞ പരശുരാമ ക്ഷേത്രത്തിന്റെ പേരില് നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് നമസ്കരിക്കാം. അവരുടെ അനുഭവങ്ങളെ പറ്റി, ഇവിടുത്തെ മാത്രമല്ല അവരുടെ അനുഭവങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങളെ എനിക്കും കേൾക്കണമെന്നുണ്ട്. ആ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് അവരെ നമസ്കരിക്കാം. ഹരേ ഗുരുവായൂരപ്പ ശംഭോ ശിവ ശിവ അമേ ജഗദംബികേ ശരണം. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞതല്ലാണ്ട് ഇതൊന്നും ഔദ്യോഗികമല്ല. ആദ്യം നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിനും ബഹുമാനത്തിനും ആദ്യം നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ കലശം ഇതിൽ പങ്കെടുത്തിട്ടുള്ള മഹത് വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ തമിഴ് പരമ്പരയാണ്. കൽപ്പുഴ ദിവാരൻ നമ്പൂതിരിപ്പാടിനെയാണ് നമുക്ക് ഏറ്റവും ആദ്യം സ്മരിക്കേണ്ടത്. അദ്ദേഹമാണ് നിങ്ങളുടെയൊക്കെ ഗുരുനാഥൻ. ഞങ്ങളെല്ലാവരും ഇതിൽ മിക്ക ആൾക്കാരും, പൂജകൾ ചെയ്യുന്ന മിക്ക ആൾക്കാരും എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാട് എന്ന തന്ത്രശാസ്ത്ര ബൃഹസ്പതിയായിട്ടുള്ള ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹമാണ് തന്ത്രവിദ്യാപീഠത്തിൽ നമ്മുടെ എല്ലാവരെയും ഈ തന്ത്രശാസ്ത്രം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു പരമ്പരയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രം ഉള്ളത്. ഇവിടെയും ആ ഒരു തറവാട്ടിലേക്ക് ആ ഒരു പരമ്പരയിലുള്ളവർക്ക് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ന് ഇവിടെ ഉണ്ടാവുക. ഒരു പരമ്പരയ്ക്ക് തന്നെയാണ് ഇവിടെ
താന്ത്രികമായിട്ടുള്ള അധികാരമുള്ളത്. അപ്പൊ ആ പരമ്പരയാണ് നമ്മൾ ആദ്യം നമസ്കരിക്കേണ്ടത്. ആ ഒരു തന്ത്രി പരമ്പര ഇവിടുത്തെ ആചാര്യനായിട്ട് വന്നത് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തെവിടെയും ഒരു നവീകരണ കലശം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൽപ്പന ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു ശിഷ്യനെങ്കിലും പങ്കെടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഒരു അത്ഭുതം. അത്ര മഹത്തരമാണ് അദ്ദേഹത്തിന്റെ സമർപ്പണം. അദ്ദേഹം സർവാത്മന ഈ ശാസ്ത്രത്തിന് വേണ്ടിയിട്ട്, ഈ തന്ത്രശാസ്ത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ട് വിവാഹം പോലും ചെയ്യാതെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം അവിടെ നയിച്ചിരുന്നത്. നിത്യബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളില്ല. തന്ത്രശാസ്ത്രം, വേദം, ജ്യോതിഷം, വാസ്തുശാസ്ത്രം, തത്വശാസ്ത്രം, ഏത് വിഷയത്തിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അംശം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും. അദ്ദേഹത്തോട് ആദ്യം അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. വേദിയിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. പുടയൂര് അനിയൻ എന്ന് വിളിക്കപ്പെടുന്നത്, അനിയൻ തന്നെയാണ് വിളിക്കുക, നാരായണൻ എന്നാണ് പേര്. അദ്ദേഹം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വടക്കോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. രാജരാജേശ്വരൻ എന്നാണ് അവിടുത്തെ ഭഗവാനെ വിളിക്കാം, മഹാദേവനെ വിളിക്കാം. രാജരാജേശ്വരൻ എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതായത് സകല ദേവന്മാരുടെയും ദേവനാണ് രാജരാജേശ്വരൻ. ആ ക്ഷേത്രത്തിലെ തന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. നിരവധി ക്ഷേത്രങ്ങളിൽ, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, പിന്നെ കോഴിക്കോട് ഭാഗങ്ങളിലാണ് ചെറുമൂർ ക്ഷേത്രങ്ങളെ, ബേപ്പൂര്, നിരവധി ക്ഷേത്രങ്ങളിലെ 300-ലധികം ക്ഷേത്രങ്ങളിലെ ആചാര്യസ്ഥാനമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വേദിക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. പിന്നെയുള്ളത് മംഗലം ജിഷ്ണു. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തിരുപ്പറങ്ങോട്ടപ്പനെ അദ്ദേഹം വർഷങ്ങളായിട്ട് സേവിക്കുന്ന ഒരാളാണ്. ഒരുപാട് വർഷമാണ് തുടർച്ചയായിട്ട് മേൽശാന്തി പദം അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ തന്ത്രശാസ്ത്രം, തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച് തന്ത്രരത്നം എന്ന് പറഞ്ഞ ഒരു ബിരുദം നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് ഈ നമ്മുടെ ഈ ഒരു താന്ത്രിക ചടങ്ങുകളിലെ പല ഉത്തരവാദിത്തങ്ങള് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരുപോലെ തോന്നുമെങ്കിലും ഇതില് സദസ്യൻ, തന്ത്രി, സദസ്യൻ, സഹതന്ത്രിമാര്, സഹ ആചാര്യന്മാര്, പരികർമ്മം, അങ്ങനെ വിവിധ സെക്ഷൻ ഉണ്ട്. കാരണം ഇത് ഭംഗിയായിട്ട് നടന്നു പോകണമെങ്കിൽ അതിന് ഈ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കുക. ഈ തയ്യാറാക്കുന്ന ആൾക്കും ഈ പൂജ ചെയ്യുന്ന ആളുടെ അത്ര തന്നെ അറിവാണ്. കാരണം ഓരോ പൂജയും വ്യത്യസ്തമാണ്. അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ ദ്രവ്യങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ ചമതകളാണ് വേണ്ടത്, അങ്ങനെ ഓരോന്നും അറിഞ്ഞിരുന്ന് പൂജ ചെയ്യുന്ന ആളെ പോലെ തത്തുല്യമായിട്ട് അത് ഒരുക്കാനും അറിയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയത്തില് നമുക്ക് ഇവിടെ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പാലോന്ന മാധവൻ. അദ്ദേഹം നിരവധി വർഷമായിട്ട് 10-25 വർഷത്തിൽ കൂടുതലായിട്ട് തന്ത്രശാസ്ത്രത്തിന് ഇത്തരത്തിലുള്ള തന്ത്രിമാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ വളരെയധികം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തും. പിന്നെയുള്ളത് കാഞ്ഞിരത്തോട്ടം നാരായണ നമ്പൂതിരി. അദ്ദേഹം ഈ പറഞ്ഞ തന്നെ നിരവധി വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം തന്നെ കേരളത്തിലെ മൂലങ്ങളും മിക്ക തന്ത്രിമാരുടെ കൂടെയും, കോഴിക്കോട് ഭാഗങ്ങളും ഇങ്ങോട്ടേക്കും വടക്ക് ഭാഗങ്ങളിലും ഒക്കെ തന്ത്രിമാരുടെ കൂടെ ഇത്തരത്തിലുള്ള കലശങ്ങൾക്ക് പങ്കെടുക്കുന്ന, കലശപൂജകൾ എല്ലാം ചെയ്യുന്ന ആള് തന്നെയാണ് അദ്ദേഹം. നമ്മുടെ തന്ത്രവിദ്യാപീഠത്തിലെ പേരൂര് ദാമോദരേട്ടൻ എന്ന് പറയും, തമിഴ്നാട് ഒരുപാട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നാരായണ നമ്പൂതിരി. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. പിന്നെയുള്ളത് ചെപ്പന്നൂര് നാരായണൻ. ചെപ്പന്നൂര് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നമ്മുടെ സീനിയർ ആയിട്ട് നമ്മുടെ വിദ്യാപീഠത്തിൽ പഠിച്ചിട്ടുള്ള ചെപ്പന്നൂര് പരമേശ്വരന്റെ അനുജനാണ്. അദ്ദേഹം പോലീസിലായിരുന്നു, സർവീസിലുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ റിട്ടയർഡായി. നിരവധി വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇത്തരത്തിൽ പരികർമ്മം, പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം സദാ ജാഗരൂകനായിട്ട് അദ്ദേഹവുമുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. പിന്നെയുള്ളത് താങ്ങിയെടുത്ത നാരായണേട്ടൻ. നാരായണേട്ടനെ നിങ്ങൾ സുപരിചിതനായിരിക്കും. കാരണം നമ്മുടെ തന്ത്രിമാരുടെ കൂടെ എല്ലായ്പ്പോഴും അദ്ദേഹം ഉണ്ടാവും. കാരണം തന്ത്രിയുടെ കൂടെ തന്ത്രിയുടേതായ കാര്യങ്ങൾക്കും
അവരുടേതായ സമ്പ്രദായങ്ങൾ, ഇന്നത്തെ അനുഷ്ഠാനങ്ങൾ, രീതികളൊക്കെ ഉണ്ടാവും. ഓരോ താന്ത്രിക കുടുംബത്തിനും ഓരോ വിശേഷങ്ങളുണ്ടാവും. അപ്പൊ അതറിഞ്ഞ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും, അതോടൊപ്പം നമുക്ക് ഇതിനൊരു കലവറയുണ്ട്. ഇതാണ് കലശത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. നമുക്കിവിടെ കലവറയായിട്ടൊന്നും ഇല്ല, തുറന്നൊരു സ്ഥലമാണ്. എന്നിരുന്നാലും അവിടെയാണ് ഈ സാധനങ്ങൾ മുഴുവനില്ല. നിരവധി സാധനങ്ങൾ വിവിധ തരത്തിലുള്ള, നിങ്ങൾ ലിസ്റ്റ് കണ്ടിട്ടുണ്ടാവും. തൈകള്, തളികകള്, ഫലങ്ങള്, ഇങ്ങനെയുള്ള ചമതകള്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വരും. അതൊക്കെ കൃത്യമായി വ്യക്തമായി അടുക്കി പിറക്കി വെക്കേണ്ടതുണ്ട്. കാരണം ഇത് എപ്പോഴാ ഏതാ ചോദിക്കുമ്പോൾ അതെടുത്ത് കൊടുക്കാൻ തക്കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ നല്ല ഉത്തരവാദിത്വമുള്ള പരിപാടികളാണ്. പിന്നെ ഇവിടേക്കുള്ള പല സാധനങ്ങളുണ്ട്. അപ്പൊ വെള്ളിക്കുടം, മറ്റു സാധനങ്ങളൊക്കെ കലശത്തിൽ ഉപയോഗിക്കുന്ന പലതുണ്ട്. അപ്പൊ അതൊക്കെ അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് അതൊക്കെ കലവറന്ന് രാവിലെ പൂജയ്ക്കായിട്ട് പോകണം. തിരിച്ചത് കഴുകി വൃത്തിയായി തിരിച്ചു വരണം. അങ്ങനെ അതും വളരെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു ജോലിയാണ്. അതൊക്കെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു. ചെറുകുട്ട വിഷ്ണു ഒരുപാട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ തന്ത്ര വിദ്യാപീഠത്തില് ഞങ്ങളുടെ ഇന്ത്യക്ക് ജൂനിയർ ആയിട്ട് വിദ്യാപീഠത്തിൽ പഠിച്ച കുട്ടിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂരാണ് സ്വന്തം സ്ഥലം. അദ്ദേഹം വിവാഹം കഴിച്ചത് കോഴിക്കോട് വിവാഹം അടുത്ത് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഈ തന്ത്രരത്നമാണ്. നമുക്ക് ഈ ഒരു കലശത്തിന് വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ഗോവിന്ദല്ല വിഷ്ണു നമ്മുടെ നാട്ടിലാണ്, കണ്ണൂർ ഭാഗത്താണ്. അദ്ദേഹം തന്ത്ര വിദ്യാപീഠത്തിൽ പഠിച്ച ആൾ തന്നെയാണ്, തന്ത്രരത്നമാണ്. കൂടാതെ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സമയമായതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ കിട്ടിയത്. സാധാരണ സമയത്താണ് സ്കൂളിൽ കൊണ്ടുവന്നത്. പക്ഷെ ഇതിപ്പോ ഒരു വെക്കേഷൻ സമയം കൂടെ ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ കലശത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വരാമെന്ന് ഏറ്റു. അദ്ദേഹത്തെയും ഞാൻ നിങ്ങൾക്ക് ഈ വേദിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. മേശാന്തിയുടെ അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അതുപോലെ ആചാര്യനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. കാരണം അദ്ദേഹം എല്ലാ സമയവും നിങ്ങൾ ഏറ്റവും ഭഗവാനെ കാണുമ്പോൾ അദ്ദേഹത്തെ കാണുന്ന ആളാണ് അദ്ദേഹം വേദിയിലുണ്ട്. വാസുവായിട്ട് ഞങ്ങൾ തന്നെയാണ്, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇന്ന് നമുക്ക് ഒരു സനൽ നമ്പൂതിരി ഇന്ന് അദ്ദേഹം പോയി. അദ്ദേഹം പയ്യന്നൂരാണ് സ്ഥലം, കൈതപ്പുറം എന്ന സ്ഥലത്താണ്. അദ്ദേഹം തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച ആളാണ്. അദ്ദേഹം നാളെ മുതൽ അദ്ദേഹത്തിന് ഹൈദരാബാദിൽ അവിടെ എവിടെ ഒരു കലശം തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂർ തന്ത്രിയുടെ ശ്രീനിവാസ് ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ കൂടെ ഒരു കലശം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പോകേണ്ടതുള്ളത് കൊണ്ട് ഒരു ദിവസം നേരത്തെ അദ്ദേഹം ഇന്ന് പോയതാണ്. അപ്പൊ എല്ലാവരും പരിചയപ്പെടുത്തി ഞാൻ വിചാരിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയില്ല. എന്നെ പരിചയപ്പെടുത്താനൊന്നുമില്ല. എന്റെ പേര് ജയശങ്കർ പ്രസാദ് എന്നാണ്. സ്ഥലം പയ്യന്നൂരടുത്ത് കരുവള്ളൂരാണ് സ്വന്തം സ്ഥലം. ഈ പറഞ്ഞ പോലെ എന്നെയും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്ത്രവിദ്യാപീഠത്തിൽ കൊണ്ട് ചേർത്തു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ അത് പഠിച്ചു. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. കുറെ വർഷങ്ങളായിട്ട് ഒരു 14 വയസ്സ് മുതൽ തന്ത്രത്തിന് പോകുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ബാക്കി ഊഹിക്കാം. ഇപ്പൊ ഒരു 40-47 വയസ്സായി. അപ്പൊ ഇത്രയും വർഷമായിട്ട് തന്ത്രത്തിന് പോകുന്നു. ഇവരുടെയൊക്കെ ഈ തന്ത്രമാരുടെയൊക്കെ കൂടെ എല്ലാ വർഷവും മിക്ക വർഷങ്ങളിലും പലരുടെ കൂടെയായിട്ടും കലശങ്ങൾക്ക് പങ്കെടുക്കുന്നതാണ്. അപ്പം ഇവിടെ എത്തി ഈ ഒരു നിയോഗം പോലെ ചില കാര്യങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അത് ഭഗവാന്റെ ഒരു നിശ്ചയമൊന്നും അനുഗ്രഹമൊന്നും എന്തുവേണേ പറയാം. ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുന്നതേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് നമ്മുടെ സാമർത്ഥ്യം കൊണ്ടൊന്നും നേരെയാക്കാനോ ഭംഗിയാക്കാനോ ഒന്നും സാധിക്കില്ല. ഭഗവാൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും, അതുപോലെ അതങ്ങനെ നടക്കും. അത് നല്ലതായാലും ചീത്തയായാലും എല്ലാം അദ്ദേഹത്തിന്റെ നിശ്ചയമാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അല്ലാതെ നമുക്കിതൊന്നും നേരെയാക്കാനുള്ള ചുമതലയൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഏക മനസ്സോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. പല ക്ഷേത്രങ്ങളും നമ്മുടെ കലശങ്ങൾക്ക് പോകുന്നതാണ്. ഭക്തജനങ്ങൾ വരുന്നു, തൊഴുതു പോകുന്നതല്ലാതെ ഇത്രയധികം ഈ ക്ഷേത്ര ചടങ്ങുകളെ കുറിച്ച് അറിയാനും അതിൽ പങ്കെടുക്കാനും ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് വളരെ അപൂർവമാണ്. ഞാൻ നിങ്ങളെ പൊക്കി പറയല്ല, നിരവധി ക്ഷേത്രങ്ങൾ നമ്മൾ പോകുന്നതാണ്. എന്തോ അത് മാഷിന്റെയും കൂടെ ഒരു കഴിവാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ അതിനെ സജ്ജമാക്കുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു കാര്യം, നവീകരണ കലശം പോലത്തെ മഹത്തരമായൊരു
കാര്യം നടക്കുമ്പോൾ എന്താണെന്ന് പോലും അറിയാതെ കഴിഞ്ഞു പോകുന്ന പല ക്ഷേത്രങ്ങളുണ്ട്. ആരും അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടും അറിയാൻ ശ്രമിക്കാറുമില്ല. എന്ന് വരുന്നു, എന്തോ ഒരു ആഘോഷം പോലെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നിരവധി മിക്കതിലും അതാ ഉണ്ടാവുക. നാടകം, ഗാനമേള, DJ, മറ്റേ എന്താ ഡപ്പാങ്കൂത്ത്, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഗംഭീരമായിട്ടുണ്ടാവും. അവിടെ വരുന്നു, ആടുന്നു, പാടുന്നു, അന്നദാനത്തിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, നോട്ടീസ് എടുക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഇന്നെന്താണ്, നാടകമാണോ, ഗാനം, ഇത് മാത്രമേ ആൾക്കാർക്ക് അറിയേണ്ടതുള്ളൂ. അത് വരും, അതിനവിടെ വന്നിരുന്ന് ഘോഷമായിട്ട് ചന്തയും വിളക്കും ചന്തയിലൊക്കെ ഒന്ന് നടന്ന് അത് ഇതൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീം ഒക്കെ തിന്ന് അങ്ങ് പോകും. ഇതാണ് മിക്ക ക്ഷേത്രങ്ങളിലും കാണാറ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ ഒരു ഭക്തജനങ്ങൾ. ശരിയായ ഭക്തജനങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സന്നിധിയിലേക്ക് വന്നാൽ മതി. ഒട്ടും നിങ്ങളെ എന്താ പുകഴ്ത്തി പറയുന്നതല്ല, ശരിക്കും നിങ്ങൾ തന്നെയാണ് വേണ്ടത്. കാരണം ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഏറ്റുവാങ്ങി നമ്മളത് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇതിന് ഫലമുള്ളൂ. അല്ലാതെ നമ്മളെ അതവിടെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് ചെയ്തോളും എന്നതുകൊണ്ട് എന്താണ് ഒരു കാര്യം? നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ സ്വന്തം ഹൃദയത്തിലാണ് ആ പ്രതിഷ്ഠ നടക്കേണ്ടത് ശരിക്കും. എന്നാൽ മാത്രമേ അത് പ്രതിഷ്ഠയാവുള്ളൂ. ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭക്തജനത അനുജിഘേഷണോപാധവും ഏത് സന്നിധിയും ആദധാനെ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തജനങ്ങളെ സദാ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഈ സന്നിധിയിൽ ഞാൻ പരിലസിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, ആർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത്? ഭക്തജനത അനുജിഘേഷക, അനുഗ്രഹിക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാനിവിടെ സാന്നിധ്യം ചെയ്യാമെന്നാണ് പ്രതിഷ്ഠാ സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് പറയുന്നത്. അപ്പൊ അത്രയധികം പ്രാധാന്യം ഭക്തജനങ്ങൾക്കുണ്ട്. അപ്പൊ അത് ഒരു യഥാർത്ഥ ഭക്തനായി മാറാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതിന് പങ്കാളിയാവാൻ ഭഗവാൻ എന്നെയും കൂടി തിരഞ്ഞെടുത്തതിൽ ഭഗവാനോടും കൂടി ഞാൻ നന്ദി പറയുന്നു. വേറൊന്നും പറയാനില്ല. ചോദ്യങ്ങളാണ്. ഇതിനെല്ലാം ഉത്തരം പറയാൻ എല്ലാം അറിയുന്ന ആളൊന്നല്ല ഞാൻ. എനിക്ക് അറിയുന്നത് പോലെയുള്ള ഉത്തരം പറയാം. ബാക്കി മാഷോട് ചോദിച്ചാൽ, ആചാര്യന്മാരോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞു തരും. കാരണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് വലിയ ബലിക്കലിന്റെ ഏത് വശത്തു കൂടെയാണ്? തെക്ക് ഭാഗത്തു കൂടെയാണ് എപ്പോഴും പ്രവേശിക്കേണ്ടത്. ആ വശത്തു കൂടെ പ്രദക്ഷിണ രീതിയ ആണ് എപ്പോഴും പോകേണ്ടത്. അപ്പം വലിയ ബലിക്കലിന്റെ തെക്ക് വശത്തു കൂടെ അകത്തേക്ക് പ്രവേശിക്കണം. തിരിച്ചിറങ്ങുന്നത് ഇപ്പുറത്തെ വശത്തു കൂടെ. അപ്പൊ വലിയ ബലിക്കലും കൂടി പ്രദക്ഷിണാവും. നമ്മൾ ഇപ്പുറത്ത് കൂടെ പോയി നേരെ അകത്ത് പോയി നടയിൽ തെക്ക് വശത്ത് കൂടെ തന്നെ പോയി മണ്ഡപത്തിന്റെ തെക്ക് വശത്ത് കൂടെ പോയി നടയിൽ പോയി തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് തിരിച്ച് നടയിലൊന്ന് തൊഴുത് തിരിച്ചിറങ്ങുമ്പോൾ വടക്ക് വശത്ത് കൂടെ വരുമ്പോൾ പുറത്തുകൂടി ശരിക്കും പ്രദക്ഷിണം വെക്കണം. അത് വളരെ പ്രധാനമാണ്. ശരിക്കും പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ടാണ് അകത്തെ പ്രദക്ഷിണം വെക്കേണ്ടത്. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. വന്നു കഴിഞ്ഞാൽ വലിയ ബലിക്കലിന്റെ അടുത്ത് നിന്ന് ഭഗവാനെ തൊഴുതതിന് ശേഷം നേരെ പുറത്തൊരു പ്രദക്ഷിണം വെക്കണം. പുറത്ത് പ്രദക്ഷിണം വെച്ച് വന്നിട്ട് വേണം വലിയ ബലിക്കലിന്റെ വശത്ത് കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ. അകത്ത് പ്രവേശിച്ച് അകത്ത് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് വേണം ശരിക്കും നടയിലേക്ക് വരാൻ. കാരണം ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഇത് ഭഗവാൻ ചൈതന്യം ഇങ്ങനെ തളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ആ ഒരു വേവ്സിലേക്ക്, ആ ഒരു തരംഗങ്ങൾ ഇങ്ങനെ, അതിന്റെ മൂലസ്ഥാനം പ്രഭവ കേന്ദ്രം വിഗ്രഹമാണ്. അവിടുന്ന് ഈ ഒരു ഓളം പോലെ നമ്മൾ എടുത്താൽ അതിന്റെ ഏറ്റവും ശക്തി കുറഞ്ഞത് അതിന്റെ ഏറ്റവും അറ്റത്തായിരിക്കും, മതിലിന്റെ ഏറ്റവും പുറത്തായിരിക്കും. അപ്പൊ ആ ഒരു ഊർജ പ്രവാഹത്തിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഭാഗത്തുകൂടെ നമ്മൾ അകത്തേക്ക് കയറി സാവധാനമാണ് നമ്മൾ ശക്തി കൂടിയ ഭാഗത്തേക്ക് എത്തേണ്ടത്, അല്ലെ? അങ്ങനെയല്ലേ നമുക്കത് താങ്ങാൻ പറ്റുള്ളൂ. മുഴുവൻ ഡോസ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ പുറത്തൊരു പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഒരു ചൈതന്യത്തിനകത്ത് നമ്മളൊരു വലയം വന്ന് പിന്നെ നേരെ അകത്ത് വന്ന് അകത്തൊരു പ്രദക്ഷിണം വെച്ചിട്ട് വേണം ഏറ്റവും ആ ചൈതന്യ പ്രവാഹമുള്ള നടയിലേക്ക് വന്ന് ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ. അങ്ങനെയാണ് പറയാം. അപ്പൊ അങ്ങനെ ചെയ്യാം. നമസ്കാര മണ്ഡപത്തിൽ ഏത് വശത്തൂടെ അത് പറഞ്ഞു. ഹോമങ്ങളുടെ പ്രസാദം എന്താണ് ചെയ്യേണ്ടത്? ഹോമങ്ങളുടെ പ്രസാദം പലതരത്തിലുള്ള പ്രസാദങ്ങളാണ്. ഇപ്പൊ നെയ്യ് എന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് സേവിക്കേണ്ടതാണ്. സുദർശന ഹോമത്തിന്റെയൊക്കെ ഒന്ന് സ്പരിശിക്കേണ്ടതാണ്. വീട്ടിലും ശത്രു ബാധിക്കുക അതിനൊക്കെ വന്നിട്ട്. ഭസ്മൊക്കെ ആണെങ്കിൽ നമുക്ക് കുറിയിടാനുള്ളതാണ്. ചന്ദനം ഭസ്മൊക്കെ കുറിയിടാനുള്ളതാണ്. പൂക്കളൊക്കെ ശിരസിൽ ചൂടാനുള്ളതാണ്. ശിരസിൽ പറ്റില്ലെങ്കിൽ വലത്തെ ചെവിയിൽ നമുക്ക് ചൂടാവുന്നതാണ്. വേണ്ടാന്ന് തോന്നി അത് ഘ്രാണിച്ച് കളയാണ് ചെയ്യുക. ഘ്രാണിച്ച് മുണത്ത് നമ്മൾ കളയാണ് ചെയ്യുക. പെരുന്തല്ലൂരപ്പന്റെ കലശത്തിന് വന്ന് എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായി? ഇവിടുത്തെ അനുഭവങ്ങൾ മുഴുവൻ പ്രത്യേകത ഉള്ളതേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മുടെ മാത്രമല്ല. ആ ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ തന്നെ പറഞ്ഞു, വിഗ്രഹം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, വളരെയധികം
ചേതോഹരമായിട്ടുള്ള കമനീയമായിട്ടൊരു വിഗ്രഹമാണ്. അതിപുരാതനമാണെന്ന് ആ വിഗ്രഹം കണ്ടാൽ ഏതൊരാൾക്ക് മനസ്സിലാവും. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയൊരു വിഗ്രഹമല്ല. അതിന്റെ കൊത്തുപണികളായിക്കോട്ടെ, ശില്പഭംഗി ആയിക്കോട്ടെ, അതിന്റെ അളവായിക്കോട്ടെ, അതിന്റെ ഓരോന്നും വളരെ വൈശിഷ്ട്യം നിറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യംഗങ്ങൾ മുഴുവൻ. ആ ഒരു വിഗ്രഹം അത്രമാത്രം ചൈതന്യവത്താണ്. വളരെ അത് ഇത്രയും കാലം ക്ഷേത്രം നാശോന്മുഖമായിട്ട് വിഗ്രഹം കേടുകൂടാതെ കിട്ടിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. പല ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ പൊട്ടിയിട്ടാണ് ഉണ്ടാവാറ്. പല സ്ഥലത്തും സങ്കടം തോന്നും നമുക്ക്. കാരണം അത്രയും ഭംഗിയില്ലാവും. പക്ഷെ അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കത് പല സ്ഥലത്തും ആ വിഗ്രഹം മാറാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് ഗോളക പൊതിയ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോഴും ആ വിഗ്രഹത്തിന്റെ മനോഹാരിത നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഭഗവാന്റെ വിഗ്രഹം നമുക്ക് പൂജിക്കാൻ അതുപോലെ കിട്ടി. അവിടെ തൊഴുതാൽ തന്നെ ആയി, വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും ഇത് നിങ്ങളുടെ ഭാഗ്യമാണ് ശരിക്കും അങ്ങനെയുള്ള ഒരു ചേതോഹരമായിട്ടുള്ള വിഗ്രഹം എന്നുള്ളത്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഭഗവാനെ തൊഴുന്ന രീതികൾ എന്തെല്ലാമാണ്? ഭഗവാനെ തൊഴാൻ ഒറ്റ രീതിയുള്ളൂ, നാമം ജപിച്ചുകൊണ്ട് തൊഴുക. വേറെ ഒന്നുമില്ല. പുറത്തായാലും അകത്തായാലും ഒക്കെ നമ്മൾ ക്ഷേത്രത്തിന് അകത്ത് വെച്ച് സൗഹൃദം പങ്കിടാതിരിക്കുക, ചിരിക്കുക, വർത്താനം പറയുകയൊക്കെ ചെയ്യേണ്ട. നമ്മൾ പുറത്തേക്ക് വന്നതിന് ശേഷം അകത്തുനിന്ന് പരിചയക്കാരൊക്കെ ഉണ്ടാവുന്ന ചിരിക്കുക, വർത്തമാനമൊക്കെ പുറത്ത് വന്നിട്ട് പറയാം. അകത്തുനിന്ന് എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ഭഗവാന് സമർപ്പിക്കാൻ വിശേഷ വസ്തുക്കൾ എന്തെല്ലാമാണ് വഴിപാടുകൾ? ഭഗവാന് നമുക്ക് മനസ്സോട് കൂടി എന്താണോ സമർപ്പിക്കുന്നത് അതെല്ലാം ഭഗവാന്, അല്ലെ? എന്താ ഭാഗവതത്തില് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേക്ഷതി എന്ന് പറയുന്നില്ലേ? ഭക്തിയോടുകൂടി എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ സ്വീകരിക്കും. പണ്ട് വിറകുകൊണ്ട് തുലാഭാരം നോക്കാൻ പ്രാർത്ഥിച്ച കഥയൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പന്. ദാരിദ്ര്യമുള്ള കാലത്ത് വിറകുകൊണ്ട് തുലാഭാരം തൂക്കാമെന്ന് പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പനെ, ഉണ്ണി ഉണ്ടായാലേ. അപ്പൊ ഉണ്ണിയൊക്കെ ഉണ്ടായി പിന്നെ സാമ്പത്തികമൊക്കെ നന്നായിട്ട് ഉണ്ടായി. വിറകുകൊണ്ട് തുലാഭാരം നോക്കുക എന്തൊരു നാണക്കേടാണ്. വിറക് കൊണ്ട് തുലാഭാരം തൂക്കാറുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒരാളെ പലത് കൊണ്ടും തുലാഭാരം തൂക്കി എന്നാണ് കഥ. എങ്ങനെ തുലാഭാരം നോക്കിയിട്ടും തോന്നുന്നില്ല. അവസാനം പറഞ്ഞു എനിക്ക് തരാന്ന് പറഞ്ഞത് നന്നാമത്, എനിക്ക് തരാന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സായിട്ട് എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാനുള്ള ഏറ്റവും നല്ല വഴിപാട് തന്നെയാണ്. കലശം എന്ന ചടങ്ങിന്റെ പ്രാധാന്യം. ഓരോ കലശവും എന്തിനല്ല. കലശം എന്നുള്ളത് കൊണ്ടുള്ള വാക്കിന്റെ അർത്ഥം കലകളെ സംയോജിപ്പിക്കുന്നതാണ് കലശം. വിവിധ തരത്തിലുള്ള ദശകലകളാണ്. സൂര്യകല, വന്യകല, സൂര്യകല, സോമകല, അകാര ഉകാര മകാരകല, ബിന്ദുകല, സോമകല, ബിന്ദുകല, നാദകല, ശക്തികല, ശാന്തകല, ഇങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള കലകളാണ്. കലകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഓരോ അമൂല്യമായതിനെയും നാമങ്ങളെ കൊണ്ട് അവിടേക്ക് യോജിപ്പിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാം സൂക്ഷ്മമായിട്ടുള്ളതും അതിനകത്ത് പെട്ടു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് ഈ കലശത്തിൽ ആവാഹിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കലശ പൂജ എന്ന് പറയുന്നത്. ആ ജലത്തിൽ ഈ പ്രപഞ്ച കലകളെയാണ് മുഴുവനാകുക. ഈ ദശകലകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലല്ല. സൂര്യകല, വന്യകല, സോമകല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വന്യമണ്ഡലം, തേജോമണ്ഡലം, ഇതൊക്കെ ഇതിൽ മന്ത്രങ്ങളായിട്ട് ഇതിലേക്ക് യോജിപ്പിക്കുന്നതുകൊണ്ടാണ് അതിന് കലശം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഒരു കലശം പൂജിക്കും. പിന്നെ ആ കലശം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും ഒരു വിശേഷ ആവശ്യത്തിനാകുമ്പോൾ ആ വിശേഷ മന്ത്രം അതിലേക്ക് ആവാഹിക്കും. ജീവകലശമാവുന്നത് അതിലേക്ക് ജീവചൈതന്യം, കലശം പൂജിക്കുന്നത് സാധാരണ പോലെ പൂജിച്ച് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ജീവചൈതന്യം യോജിപ്പിക്കുമ്പോൾ ഇത് ജീവകലശമാവും. കുംഭേശം എന്ന് പറഞ്ഞൊരു കലശമുണ്ട്. കുംഭങ്ങളുടെ ഈശനാണ്. അതുകൊണ്ടാണ് ഇതിന് കുംഭേശം. നമ്മൾ ഉദ്ദേശിക്കുന്ന കുംഭയല്ല. കുംഭങ്ങൾ എന്ന് പറഞ്ഞാൽ കലശങ്ങളുടെ രാജനാണ്, കലശനാഥനാണ് കുംഭേശൻ. എല്ലാ കലശങ്ങളുടെയും ആടിയതിനു ശേഷം ആ കലശം വരിക, അല്ലെങ്കിൽ എല്ലാ കലശങ്ങളും കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും ഒടുക്കമായിട്ട് അതിന്റെ നാഥനായിട്ടുള്ള ആളാണ് കുംഭേശൻ. പിന്നെ കർക്കരി എന്നുള്ളൊരു കലശമുണ്ട്. അത് രക്ഷാകലശമായിട്ടാണ്. കലശം എഴുന്നള്ളിക്ക് മുമ്പ് ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ട് പോകുന്നതാണ്. അതിങ്ങനെ മറിഞ്ഞു പോകുന്നതല്ല, മനഃപൂർവ്വം വീഴ്ത്തുന്നതാണ്. അത് രക്ഷാകലശമാണ്. അത് ആ രക്ഷാമന്ത്രമാണ് അതിലുണ്ടാവും. അപ്പൊ അതിലൂടെയാണ് ആചാര്യനും മറ്റ് കലശങ്ങളൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുക. അപ്പൊ അത് കർക്കരി കലശം. അങ്ങനെ പിന്നെ നിദ്രാകലശം എന്ന് പറഞ്ഞിട്ട് ഒരു കലശമുണ്ട്. അത് നമ്മൾ കേൾക്കും നിദ്ര, ഉറങ്ങാനുള്ള, ഭഗവാൻ ഉറങ്ങാനുള്ള, കുറച്ചൊക്കെ ഉറങ്ങാൻ തന്നെ. പക്ഷെ അതിനെ കൊണ്ട് തുര്യാതീതമായിട്ടുള്ള ഒരു സങ്കല്പം. ഭഗവാൻ അങ്ങനെയാണല്ലോ, ഉറങ്ങല്ല, ഒരവസ്ഥകളാണ്. ജാഗ്രത അവസ്ഥ, സ്വപ്നം, സുഷുപ്തി, തുര്യം, തുര്യാതീതം, അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലശം. അങ്ങനെ ഓരോ കലശങ്ങൾക്ക് ഓരോ നാമധേയമുള്ളത്, പലതും പല ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. പെരുന്തല്ലൂരപ്പനെ തൊഴുമ്പോൾ ചൊല്ലാൻ ഒരു ചെറിയ മന്ത്രം
നാമം, ഇങ്ങനെ രണ്ട് തരമുണ്ട്. മന്ത്രം സ്വതവേ നമ്മൾ സാധാരണയ്ക്ക് ചെല്ലേണ്ടതില്ല, നാമമാണ് നമ്മൾ ചെല്ലേണ്ടത്. മന്ത്രം ചെല്ലുമ്പോൾ അതിന് ചില നിഷ്ഠകളും ചിട്ടകളും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് വേഗം പറയാം. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ അത് മന്ത്രമാണ്, അതിൽ ബീജാക്ഷരമുണ്ട്. നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ നാമായി. ഈ ബീജാക്ഷരം ചേരുമ്പോഴാണ് അത് മന്ത്രമായിട്ട് മാറുന്നത്. അപ്പൊ ബീജാക്ഷരം ജപിക്കുമ്പോൾ നമ്മൾ ഇത് പ്രത്യേകതരം വൈബ്രേഷനാണ് ഉണ്ടാവുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീര രീതി നമ്മൾ നിലനിർത്താൻ ബാധ്യസ്ഥനാണ്, ഇല്ലെങ്കിൽ ഇത് വിപരീത ഫലം ചെയ്യും. മനസ്സിലായി? മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു തരംഗമാണ്, ഒരു വേവാണ്. ആ അക്ഷരം പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു തരംഗം ഉണ്ടാവാൻ തുടങ്ങും. നിരന്തരമായിട്ട് അത് ജപിക്കുമ്പോൾ ആ ഒരു തരംഗത്തിലാവും നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഒരു താളമുണ്ട്. ആ താളം ആ മന്ത്ര തരംഗത്തിനനുസരിച്ചാവും. അപ്പൊ അതിന് വിപരീതമായിട്ടുള്ള ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് തമ്മിൽ യോജിക്കാതാവും. അതാണ് മന്ത്രം ചോദിച്ചൊരു ഭ്രാന്തായി പോയി കൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. അത് തമാശയായിട്ട് പറയുന്നതല്ല, ചിലത് അങ്ങനെ മാറിപ്പോകും. അപ്പൊ നമ്മള് നാമത്തിനത് ആ ദോഷമല്ല. നാമം കൊണ്ട് നമുക്ക് മന്ത്രത്തിന്റെ അതേ തന്നെ ഫലസിദ്ധിയാണ്, അതേ തന്നെ അതിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ നമ്മൾ കൂടുതൽ ജപിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ നമുക്ക് ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ടാണ്, അതാണ് മന്ത്രവും നാമവും തമ്മിലുള്ള വ്യത്യാസം. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ ബീജം എന്ന് പറഞ്ഞത് മുളയ്ക്കുന്നത്, വളരുന്നത്, അതിന് ഭയങ്കരമായിട്ടുള്ള പവർ ഉള്ളതാണ്. അതുകൊണ്ട് അത് അങ്ങനെ ഉപദേശം ഉണ്ടെങ്കിൽ മാത്രം ജപിക്കുക. അല്ലാത്ത സമയത്ത് നമുക്ക് എല്ലാ നാമങ്ങളും പിന്നെ കീർത്തനങ്ങള്, ഭജന, ഇതൊക്കെ നമുക്ക് ജപിക്കാം, ബുദ്ധിമുട്ടില്ല. മുപ്പട്ട് വ്യാഴമല്ലാതെ പ്രത്യേക ദിവസങ്ങൾ ഏതല്ല? പ്രത്യേക ദിവസങ്ങള് തിരുവോണമായിട്ടുള്ള ദിവസം വിശേഷമായിട്ടുള്ളതാണ്, അഷ്ടമരോഹിണി, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ തന്നെ. അതൊക്കെ ഓരോ ഭാഗവതത്തിലൊക്കെ പറയുന്ന ഭഗവാന്റെ അവതാര ദിവസങ്ങൾ, അതൊക്കെ വളരെ വിശേഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിറന്നാൾ പോലെ തന്നെ ഓരോ ദിവസങ്ങൾ വിശേഷ അവസരങ്ങളായിട്ട് വരും. അത്രേ ഉള്ളൂ. വിശേഷ ദിവസങ്ങൾ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം വിശേഷ ദിവസങ്ങളാണോ അതൊക്കെ ക്ഷേത്ര ദർശനത്തിന് വിശേഷ ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യം വരുമ്പോഴും ആദ്യം ഭഗവാനെ സ്മരിക്കണം. ഒരു പിറന്നാൾ വരികയാണെങ്കിൽ ആദ്യം ക്ഷേത്ര ദർശനം ചെയ്തിട്ട് ബാക്കി. ഒരു വിവാഹം വരികയാണെങ്കിൽ ആദ്യം ക്ഷേത്രത്തിലേക്ക് വഴിപാട് കഴിച്ച് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോവാം. നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോവാണെങ്കിൽ ഭഗവാനെ തൊഴുതിട്ട് പോവാം. ശമ്പളം കിട്ടുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും അതിന് ആദ്യം ശമ്പളം കിട്ടിയ ഒരു രൂപയെങ്കിലും, ഒരു നാണയം മൂലം, അല്ലെങ്കിൽ ഒരു പാൽപ്പാസെങ്കിലും ഭഗവാൻ, എല്ലാം ഭഗവാനെ മുൻനിർത്തി ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കണം, നമുക്ക് വലിയ ഭാരമില്ലാണ്ട് പോകാൻ പറ്റും. അപ്പൊ അതൊക്കെ വിശേഷ ദിവസങ്ങളാണ്, വിശേഷ അവസരങ്ങളാണ്. പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണോ ചോറൂണ്, തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ടത്? ഏത് സമയത്തും നടത്താം. ചോറൂണ് അതിന്റെ സമയമായാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചോറൂണ് നടത്താം. തുലാഭാരം എപ്പോ വേണമെങ്കിലും തുലാഭാരം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട് അതിന്റെ ഒരു സൗകര്യം നോക്കിയിട്ട് അത് ചെയ്യാം. കൃഷ്ണ വിഗ്രഹത്തിന് വീട്ടിൽ നിവേദ്യം അർപ്പിക്കാമോ? കൃഷ്ണ വിഗ്രഹത്തിന് നിവേദ്യം വീട്ടിൽ നമ്മൾ അർപ്പിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്തരത്തിലൊരു അനുഷ്ഠാനമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണ്ട. കാരണം അത് നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലരങ്ങനെയുണ്ട്, നിത്യം പായസം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ തുടങ്ങും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട്. നമ്മളല്ലേ വെക്കുന്നത്, തിരുമേനിയും നല്ല പൂജ ആയിട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വെച്ചാലും അത് ഭഗവാൻ ചെയ്യും. പിന്നീട് അത് കിട്ടാതാവുമ്പോൾ അതൊരു ദോഷമായിട്ട് മാറും. നമുക്കത് തുറന്നു കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വീട് കൂട്ടി ടൂർ പോയതാണെങ്കിലോ, വെക്കേഷൻ ടൂർ ഒരാഴ്ചത്തേക്ക് പോയാൽ പിന്നെ ഭഗവാൻ ആരെയും ചോറ് കൊടുക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങണ്ട. അപ്പൊ നമ്മള് വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുക. നമ്മൾ നിത്യം കുളിക്കുക, നമ്മുടെ പൂജാമുറിയിൽ പോവുക, ഭഗവാനെ കാണുക, തൊഴുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, വിളക്ക് വയ്ക്കുക, അതൊക്കെ ചെയ്യാം. അപ്പൊ അത് നമുക്കത് ഒന്ന് മുടങ്ങിപ്പോയാലും ബുദ്ധിമുട്ടില്ല. മറ്റേ നമുക്ക് ആവോളം തുടങ്ങല്ല, തുടങ്ങിയാൽ മുടങ്ങല്ല, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ആചാരങ്ങൾ നമ്മൾ വീട്ടിൽ തുടങ്ങിയാൽ നമ്മുടെ ആ ഒരു എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല. വീട്ടില് നമ്മൾ ഒരാളല്ലല്ലോ. അപ്പൊ എല്ലാവരും പലരും പല ചിന്താഗതിയൊക്കെയുണ്ട്. അത് ബുദ്ധിമുട്ടാവും. അത് വേണ്ട. ആരെയും നമ്മൾ ഭഗവാന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കണ്ട. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ദീപാരാധന രാത്രി 1 മണി വരെ 54 അയ്യോ, ഒരു ദോഷമില്ല. അതൊക്കെ വേണ്ടത് തന്നെയാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഉറക്കൊഴിയാം, നാമം ജപിക്കാം, വിശേഷമായിട്ടുള്ള പൂജ, പാൽപ്പായസം, അതൊക്കെ സാധാരണ പോലെ, ഇന്ന് ചോദിക്കേണ്ട വിഷയമില്ല. അടഞ്ഞു കിടക്കുന്ന അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടാവും? ഇല്ല. അടഞ്ഞു കിടന്നാലും നമുക്ക് തൊഴാം, പ്രാർത്ഥിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല.
പ്രദക്ഷിണം വെക്കാറില്ല സ്വതവേ. അത്താഴ പൂജ കഴിഞ്ഞാലൊന്നും പിന്നെ പ്രദക്ഷിണം വെക്കാറില്ല എന്ന് മാത്രം. പകൽ സമയത്ത് അങ്ങനെയില്ല. പകൽ സമയത്ത് സാധാരണ എപ്പോഴാണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ഒന്നിക്കൂടെ നമ്മളിപ്പോ പോകുമ്പോൾ നമ്മൾ തൊഴാതെ പോകണമെന്നില്ല, തൊഴുതിട്ട് പോവാം. ഭഗവാൻ സർവ്വവ്യാപിയാണ്, എല്ലാത്തിനും ഉണ്ടാവും. നമുക്ക് ആ വിഗ്രഹ ദർശനത്തിലൂടെയുള്ള ഒരു സാമീപ്യം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ എപ്പോ വന്നാലും ക്ഷേത്രത്തിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരേണ്ട വന്നാൽ തൊഴുതിട്ട് തന്നെ പോവാം. പുറത്തുനിന്നായാലും തൊഴുത് തന്നെ പോകണം. കുറെയൊക്കെ സംശയം നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുള പൂജ അത് ആദ്യത്തെ ദിവസം ധാന്യങ്ങൾ വിതയ്ക്കാണ്. ഓരോ ദേവനും ഓരോ തരത്തിലുള്ള ശാലീമ ശൈവ പ്രിയങ്കുതില വൃത്സാഭില്ല മുദ്ഗാശ്രീ ശിംബശ്യാമക രാജമാഷകമയ ശാർഗീശ ദുർഗാജിത, ഇങ്ങനെ ഓരോ ശാർഗീശ ശങ്കരനാരായണൻ, ദുർഗയ്ക്ക് അജിതൻ, വിഷ്ണു, ഇങ്ങനെയുള്ള ദേവന്മാർക്ക് ഇന്നിന്ന ദ്രവ്യങ്ങൾ, പിന്നെ അവിടെ അങ്ങോട്ട് മറ്റു ദേവന്മാർക്ക് ഇന്നിന്ന ധാന്യങ്ങൾ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാരമുള്ള 12 ധാന്യങ്ങളാണ് ഇവിടെ വിതയ്ക്കുന്നത്. അതിലെ അതിദേവത സോമനാണ്. സോമൻ എന്ന് പറഞ്ഞാൽ അമൃതാണ്, പീയൂഷം, അമൃതാണ്. അപ്പൊ ആ സോമനെയാണ് നമ്മൾ അതിനകത്ത് അതിദേവതയായിട്ട് നിത്യം പൂജിക്കുന്നത്. ത്രികാലങ്ങളിൽ അതിനെ പൂജിക്കും. എന്നിട്ട് അതിനെ ഇരുട്ട് മുറിയിലാണ് ശരിക്കും വളർത്തേണ്ടത്. എന്ന് വെച്ചാൽ അതിൽ ഹരിതകമില്ല ഉണ്ടാവാത്ത രീതി. കുട്ടികൾക്കൊക്കെ അറിയാലോ, സൂര്യപ്രകാശം ഉണ്ട് കഴിഞ്ഞാൽ അതിൽ ഹരിതകം ഉണ്ടാവും, അത് പച്ച നിറാവും. അങ്ങനെ ആകാതെയാണ് അതിനെ വളർത്തുക ശരിക്കും. ഇവിടെ പിന്നെ നമുക്ക് അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ചില പല അമ്പലങ്ങളിൽ അതിന് അടച്ച വാതിലുള്ള മുറിയുണ്ടാവും. പ്രത്യഗ്ദ്വാരി സുരാലയോദഗോപഗപ്ത എന്നൊക്കെ പറയും. പക്ഷെ പടിഞ്ഞാറോട്ട് വാതിലില്ല, തൊട്ട് സൂര്യപ്രകാശം കിടക്കും. അതിനുള്ളിലാണ് ഇത് മുളപ്പിക്കുക. എന്നിട്ട് അതിന് മഞ്ഞള് അഷ്ടഗന്ധം ചേർത്ത വെള്ളം കൊണ്ട് നനയ്ക്കും. അപ്പൊ അതിങ്ങനെ നല്ല സ്വർണ്ണ വർണ്ണമാവും, ഇലകളൊക്കെ വന്ന് മുളയ്ക്കും. അപ്പൊ അതിൽ അത്രയധികം എന്താ പ്രോട്ടീൻ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. അമൃതത്തിന്റെ അംശം കൂടുതലുണ്ടാവും. അത് ശയ്യയിലാണ് നമ്മൾ വെച്ചത് അല്ലെ. ഭഗവാനെ ശയ്യയിലേക്ക് എടുത്ത സമയത്ത് ആ ഭഗവാനിലേക്ക് എപ്പോഴും ആ ഒരു പീയൂഷ ധാര, അമൃത പരിഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാരണം ശ്രീകോവിലകത്തിരിക്കുന്ന അത്രയും സുരക്ഷിതമല്ല പുറത്തു കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ആരാണ് ഭഗവാനെ സംരക്ഷിക്കുക? അതിനു വേണ്ടിയിട്ടാണ് അവിടെ അഗ്നി സദാസമയം, തലേ ദിവസം രാവിലെ എടുത്താൽ പിറ്റേ ദിവസം എടുക്കുന്നവരെ അഗ്നി അവിടെ ഉണ്ണിയിട്ട് സൂക്ഷിക്കും. അഗ്നി ഒരു രക്ഷകനാണ്. പിന്നെ വിദ്വേശ്വര കലശം ചുറ്റിലും കുറെ ചെറിയ ചെറിയ കലശങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഭഗവാനെ സംരക്ഷിക്കാനാണ്. അതോടൊപ്പം അമൃത പ്ലാവനത്തിന് വേണ്ടിയിട്ട് മുള അവിടെ സജ്ജമാക്കി വെക്കും. അതിന് വേണ്ടിയിട്ടാണ് മുള. ഈ മുള എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് ഇപ്പം എന്താ മൈക്രോ സലാഡ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ തന്നെ ഇപ്പം യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ധാന്യങ്ങൾ മുളപ്പിച്ച് 2 ഇല വരുമ്പോൾ അത് അറുത്തെടുത്ത് സലാഡ് ഉണ്ടാക്കി കഴിച്ചാൽ പല അസുഖങ്ങൾക്കും ഔഷധ ഗുണമുള്ളതാണ്. അത്രയധികം അതിനകത്ത് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണെന്ന് പുതിയ കാർഷിക ഗവേഷണ കേന്ദ്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എത്രയോ 5000 വർഷം മുമ്പേ തെളിയിച്ചതാണ്, അല്ലെങ്കിൽ ഈ വിത്ത് മുളപ്പിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് സലാഡ് ഉണ്ടാക്കി വെച്ചാൽ അത്യുത്തമമാണ് അത്ര. അപ്പൊ അതിപ്പം പറയുന്നത് അതുപോലെ പാല് കൊണ്ട് കഴുകിയിട്ടാണ് നമ്മൾ ഈ വിത്തുകൾ മുളപ്പിക്കുക. ആദ്യ ദിവസം വന്നു കഴിഞ്ഞാൽ ഇത് പാലിൽ കഴുകും, എന്നിട്ട് മുളപ്പിക്കുക. അതും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പോയി അവർ പറയും വിത്ത് പെട്ടെന്ന് മുളയ്ക്കാൻ പാലിലിട്ട് വെച്ചാൽ മതി. ഇത് എന്നോ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാ അവർ കണ്ടുപിടിച്ചാൽ നമുക്ക് അറിയില്ല ഋഷിമാരെ. പക്ഷെ അവരിതൊക്കെ ഒരു ഉപകാരവും ഇല്ലാതെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംശയത്തിൽ പറയുന്നുണ്ട് പാല് കൊണ്ട് കഴുകാനായിട്ട്, പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് മുളകിടല്. നട അടച്ച സമയത്ത് പ്രദർശനം വയ്ക്കാറില്ല. സമയം നമ്മുടെ പ്രസന്ന പൂജയ്ക്ക് അടച്ച നടയിൽ നിന്ന് തുഴ തുറന്നതിന് ശേഷം പ്രദർശനം വയ്ക്കും. അത് മറ്റന്നാള് രാവിലെ 5 മണിക്ക് നട തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സമയത്തേക്ക് എല്ലാവരും കുളിച്ച് തയ്യാറായിട്ട് വരിക. പിന്നെ നട തുറന്ന് കണി കാണിക്കുക എന്നുള്ള ചടങ്ങാണ്. പിന്നെ എണ്ണയാടി വാദിച്ചാർത്ത് തുടർന്ന് കലശാഭിഷേകങ്ങളൊക്കെ തുടർച്ചയായിട്ട് നടക്കും. വളരെ വളരെ എന്താ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഭഗവാൻ അങ്ങനെ കണി കാണാൻ. 3 ദിവസത്തെ ദേവപൂജയ്ക്ക് ശേഷമാണ് നമ്മൾ കണി കാണുന്നത്. ഈ സമയത്ത് അകത്ത് ദേവന്മാര് പൂജിക്കുന്നതാണ് സങ്കല്പം. ഭദ്രദീപങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. 3 വിളക്കൊക്കെ എത്തിച്ച് വെച്ചിട്ട് അകത്ത് പൂജാപാത്രങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഉള്ളത്. പൂജയ്ക്ക് വന്നിരുന്നാൽ പൂജ ചെയ്യാവുന്ന വിധത്തിൽ ധൂപം കൊടികളൊക്കെ ഒക്കെ സജ്ജമാക്കിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അകത്ത്. നട അടയ്ക്കുമ്പോൾ എന്നുവെച്ചാൽ ഭഗവാനെ പൂജിക്കാൻ ദേവന്മാര് വന്നാൽ അവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ അത്ര തയ്യാറാക്കി വെച്ചിട്ടാണ് അടച്ചത്. അപ്പൊ അങ്ങനെയാണ് 3 ദിവസത്തെ സങ്കല്പം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ ആദ്യം തൊഴുന്നതാണ്. ദേവന്മാരുടെ പൂജ കഴിഞ്ഞിട്ട് നമുക്ക് തൊഴാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് സമയത്ത് എല്ലാവരും രാവിലെ ഉണ്ടാകും. അത് സാധാരണ നല്ല രീതിയിൽ വരണമെന്ന് വെച്ചാൽ നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വരണം എന്നാണ് പറയാ. കാരണം രാജാവിനെ കാണാൻ പോകുമ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോഴൊക്കെ എങ്ങനെയാണ് നമ്മൾ പോവാ, അതേപോലെ പോകണം എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാല് ഭഗവാൻ തന്റെ ഭക്തജനങ്ങളെ കണി കാണുന്ന ഒരു ദിവസവും കൂടിയാണ്.
അല്ലെ പ്രതിഷ്ഠ കഴിഞ്ഞ ആദ്യമായിട്ട് ഭഗവാൻ തന്റെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കണികാണുന്ന ദിവസം കൂടിയാണ് ആ രീതിയിൽ പറയും സുഖം. അത് നമ്മുടെ ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഏറ്റവും എന്താ ഭഗവാന് മുമ്പിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും മാന്യമായ രീതിയിൽ, വൃത്തിയായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ പോകാന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് സാധാരണ വരുന്നതെങ്കിലും പക്ഷെ അതിന്റെ പ്രാധാന്യം അത്ര ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഇപ്പൊ കല്യാണത്തിന് നമ്മൾ എന്തിനാണ് അണിഞ്ഞൊരുക്കി പോകുന്നത്? ആലോചിച്ച് നോക്കി ശരിക്കും. നമുക്ക് അവിടെ പ്രത്യേകിച്ച് വേണമെന്നില്ല, പക്ഷെ ആ ചടങ്ങിന് അത്രയും പ്രാധാന്യം, അതിനൊരു ഐശ്വര്യവും അല്ലെ നമ്മൾ കൽപ്പിക്കുന്നത് കൊണ്ടാണ്, മംഗളകരമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മംഗളകരമായിട്ടുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവരിങ്ങനെ എന്റെ ഇത് കേട്ടിട്ട് ഇവർക്ക് വിഷമം ഉണ്ടാകണ്ട, അപ്പൊ നമുക്കാണ് നിർത്താം. ഞാൻ മുന്നേ ഒരു ചെറിയ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എന്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യം പറയണം. ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടില്ല ഈ ഓരോരുത്തരും, നിങ്ങൾ പലപ്പോഴും സംസാരിച്ചാണ്, ഇവിടെയുള്ള ഓരോരുത്തരും എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവർ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അത്ര വിശ്വാസവും അത്ര ഇഷ്ടവും ഈ പെരുന്തിലുള്ള ഓരോ ആളുകൾക്കുണ്ട്. അത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നു. അവിടെ ഇരുന്നപ്പോ രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ട് ഇവരെ കൊണ്ട് മാത്രം ഇവിടെ കലശം നടത്തിയിരുന്നു? ഭാഗവതിലെ ഗുരുവായൂരപ്പൻ പറഞ്ഞൊരു വാക്ക, ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്ത. ഇവരുടെ ഗുരുനാഥന് എങ്ങനെ പറയണ്ടേ വാക്ക് കിട്ടുന്നില്ല. ശിഷ്യാദിച്ഛേ പരാജയ എന്നതാണ് സനാതന ധർമ്മത്തിന്റെ ഗുരുവിന്റെ ശാസ്ത്രം. തന്റെ ശിഷ്യന്റെ മുമ്പിൽ തോൽക്കണമെന്ന് മോഹിക്കുന്നതായ ആ വ്യക്തിയാണ് ഗുരുനാഥൻ എന്ന് പറയുക. അപ്പോ ആ പരമ്പരയിലുള്ള, ആ ഗുരുനാഥന്റെ പരമ്പരയിലുള്ള ഒരു ക്ഷേത്രത്തിലെ കലശം നടത്താൻ നോക്കണം. ഈ ഗുരുവായൂരപ്പൻ ചെയ്ത വികൃതി എന്ന് ആലോചിച്ചു നോക്കൂ. ആ പുണ്യാത്മാവിനെ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ കേട്ട പരിചയമുള്ളൂ കൽപ്പുഴ അദ്ദേഹത്തിനെ പറ്റിയിട്ട്, കാണണം എന്ന് മോഹം പോലും തോന്നിയിട്ടില്ല. പക്ഷെ വളരെ വലിയൊരു പുണ്യാത്മാവായിരുന്നു എന്ന് ധരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ ഗ്രഹത്തിൽ നിന്നുള്ള പരമ്പരയ്ക്കല്ല, ശിഷ്യന്മാരോട് ആ ഗുരുനാഥൻ എത്രമാത്രം വാത്സല്യം കാണിച്ചിട്ടുണ്ട്, എത്രമാത്രം പ്രേമം ചെയ്തിട്ടുണ്ടെന്ന് ഈ ഗ്രാമത്തിലുള്ളവരാ അറിയേണ്ടത്. അദ്ദേഹത്തിന് അനവധി ക്ഷേത്രങ്ങളിൽ തന്ത്രമുണ്ട്. അതായത് നമുക്ക്, ഞാനടക്കാ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമുക്ക് ഈ പറയും പോലെ കൽപ്പുഴയെ പറ്റിയിട്ട് ഇതേ പറയും പോലെ ദക്ഷിണ കൊടുത്താൽ വരും, ഇവിടെ വന്ന് പൂജ വയ്ക്കും, ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളും കൊണ്ട് വണ്ടി വെക്കും. അത് ശരി തന്നെയാവും, അതല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തില് ആ ഗുരു പരമ്പരയോട് വെങ്ങേരി പറയാറുള്ള വാക്ക്, നിങ്ങൾ ഗുരുവായൂരനെ കല്ലിട്ടിരുന്നുള്ളൂ, ഇതൊന്നും സാരില്ല എന്ന് പറയും ഗുരുവായൂരപ്പൻ. നിങ്ങളുടെ ഗുരുനാഥനോട് എന്തെങ്കിലും ഒരു അപരാധം അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്ന ഗുരുവായൂരപ്പൻ പടിഞ്ഞാട്ടി ഇരിക്കുന്നുണ്ടാവുന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. എന്താ ഗുരുവായൂരപ്പൻ പടിഞ്ഞാട്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുന്നവരെ ആലോചിച്ചു. ഇതൊരു കഥ. പിന്നെ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അദ്ദേഹം പോയോ എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതുപോലെ അഷ്ടവലിക്ക് പോയിട്ട് അമ്പലത്തിലെ പരിപാടി അല്ലാണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ പറയും പോലെ മറ്റേ സിനിമയുടെ പോലെ ഷൂട്ടിങ്ങും അങ്ങനത്തെ കാര്യമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവും. ഇവിടെ ആരും ഷൂട്ടിങ്ങിനും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ വന്ന് പാടി പോവാന്നുള്ള നാട്ടുകാരന്റെ പക്ഷേ ഇവിടെ ഗവനിച്ചിട്ടുള്ളൂ. നമ്മൾ നിസ്സാരാക്കി എന്നല്ലാട്ടോ പറഞ്ഞേ, കാലം പിടിച്ച് എഴുന്നള്ളിച്ചോന്ന് പൂർണ്ണകുമ്പോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ വേദിയിലെ അദ്ദേഹത്തിന് പാട്ട് പാടണം എന്ന് തോന്നാനുള്ള കാരണം എന്താ? ആർക്കെങ്കിലും വല്ലതൊന്ന് പറയാൻ പറ്റുമോ? അല്ല, അവനവനക്ക് തോന്നിയത് പറഞ്ഞു. ഇതൊക്കെ തോന്നിയത് പറയില്ല, അപ്പൊ ഞാനും പറയുന്നത് കൃത്യമായിട്ട് പറയാം, കൃത്യമായിട്ട് അനുഭവം കൊണ്ട് പറയാം. ഇത് വെറും വിഗ്രഹവും പ്രതിമയൊന്നുമല്ല. ഇവിടെ തന്ത്രി മേശാന്തി പൂജ കഴിക്കണം ആവാഹിക്കണമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ഗുരുവായൂരപ്പനെ ഇങ്ങനെ പാട്ട് പാടി കേൾപ്പിച്ചപ്പോഴേ ഉണ്ണിക്കൊരു അസൂയ, എന്താ എൻ്റെ അടുത്തും വന്നിട്ട് ഒരു പാട്ട് പാടിക്കൂടെ,
എനിക്കെന്താ പാട്ട് ഇഷ്ടമല്ല എന്നൊറ്റ വിചാരിച്ചോ? അങ്ങനെ ഈ പ്രത്യക്ഷ ഭാഗവത കൃഷ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ക്ഷണിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഷ്ടപതി നമുക്ക് വേണ്ടി പാടിയത്. വേറെ ഒരു കാരണവും എനിക്ക് പറയാൻ തോന്നണില്ല. ഇവിടെ വന്ന് അങ്ങനെ ക്ഷണിക്കലും പറയുകയുണ്ടായോ? എനിക്കറിയില്ല കേട്ടോ. നേരിട്ട് അദ്ദേഹത്തിനോട് ഇവിടെ വന്ന് പാടണം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെയല്ല, എന്തായാലും എനിക്ക് പറയാനുള്ള ഇതാണ്, അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷണിപ്പിക്കാൻ ആരാ കാരണം ഉണ്ടായത്? എന്തായാലും ഒരു കാര്യമുള്ളൂ, ഇത് വെറും വിഗ്രഹങ്ങളൊന്നും അല്ല. കാരണം അനുഭവമുള്ളതുകൊണ്ടാ പറയുന്നത്, ഇത് ഭാഗവതം നടക്കുന്ന വേദിയ. ആ ഭാഗവതത്തിന് സാക്ഷിയായിട്ടുള്ള ഗുരുവായൂരപ്പന്മാരാണ് ഇരിക്കേണ്ടതൊക്കെ. ആ ഗുരുവായൂരപ്പന് അവിടുത്തെ അഷ്ടപതി ഇങ്ങനെ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ, ദിവസം 2-3 പ്രാവശ്യം ഇവിടുന്ന് അഷ്ടപതി ഇങ്ങനെ കേൾക്കും. അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോഴേ ഗുരുവായൂരപ്പനുണ്ടാവും അസൂയൊക്കെ. അവിടെ മാത്രമൊന്നുമല്ല, ഇവിടെയും ഒരു പാട്ടൊക്കെ പാടിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയിട്ടുള്ള നമ്മുടെ ഭാഗവത കൃഷ്ണനായ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയും നമുക്കൊക്കെ മറ്റ് ശ്രദ്ധകളൊന്നുമില്ലാതെ കൊണ്ട് ഒരു അഷ്ടപതി ആസ്വദിക്കാൻ പറ്റിയത്. ഇവിടെ ഭാഗവതം കേൾക്കണം, അവിടെ തൊഴാൻ പോകണം, പ്രസാദം കഴിക്കാൻ ഒക്കെ പാടോടെ ആകുമ്പോ അഷ്ടപതി ഉണ്ട്, തൊഴലും ഉണ്ട്, പ്രസാദം ഉണ്ട്, ഭാഗം ഒക്കെ ഇപ്പോഴോ ഒരു അഷ്ടപതി ഉള്ളൂ. പക്ഷെ യാതൊരുവിധ മനസ്സിനൊരു ചർച്ചയും ആവശ്യമില്ലാത്ത രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റി. ഏതായാലും ആ 2 കലാകാരന്മാർക്ക്, 2 കലാകാരന്മാർ ഒന്ന് ഞാൻ വരെയായിട്ടോ പറഞ്ഞേ, എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഇദ്ദേഹം മാഷെന്നൊക്കെ പറഞ്ഞപ്പോഴേ അത്രയ്ക്കൊന്നുമില്ല. എന്നാലും ഈ ഗ്രാമത്തിന്റെ പുണ്യത്തിന് നമസ്കാരം, നമസ്കാരം, നമസ്കാരം.